പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പുല്ലാട്ടെ ജിയാൻജി ഫിനാൻസ് തട്ടിപ്പ്. നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഒളിവിൽ പോയ പ്രതികൾ ഒടുവിൽ കീഴടങ്ങി. ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. ഭാര്യ സിന്ധു വി നായർ, മരുമകൾ ലക്ഷ്മി എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾ കീഴടങ്ങിയ വിവരമറിഞ്ഞ നിക്ഷേപകർ കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. എന്താ സാറാ ഞാൻ ചോദിക്കുന്നു? ഒളിവിൽ കഴിയുന്ന പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് എന്നിവർ കീഴടങ്ങിയത്. തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് ഇരുവരും കീഴടങ്ങിയത്. ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധു വി നായർ, മരുമകൾ ലക്ഷ്മി ലേഖാകുമാർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും. ഒരു കുടുംബത്തിലെ 4 പേർ പ്രതികളായ കേസിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസിന്റെ നിഗമനം. സഹോദരമായി ചേർന്ന് നടത്തിയ PRD എന്ന ധനകാര്യ സ്ഥാപനം പൊട്ടിയ ശേഷമാണ് ഗോപാലകൃഷ്ണൻ നായർ ജിയാൻജി എന്ന സ്ഥാപനം വീണ്ടും ആരംഭിച്ചത്. 16% മുകളിൽ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത്. ഒടുവിൽ നിക്ഷേപകരെ കബളിപ്പിച്ച് ഗോപാലകൃഷ്ണൻ കുടുംബവും മുങ്ങിയതോടെയാണ് സ്ഥാപനം പൊട്ടിയ വിവരം നിക്ഷേപകർ അറിയുന്നത്. പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മുങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വീടും സ്വത്തുവകകളും ജിയാൻജി ഉടമകൾ കേരളത്തിലെ വമ്പൻ ബിസിനസ് ഗ്രൂപ്പിന് വിറ്റിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട.